വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അലിഗേറ്റർ ക്ലിപ്പാണ്. കണ്ടില്ലേ, അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതിന് ഞാൻ കുറച്ച് ചെറിയ ഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ റൗണ്ട് ഫ്ലവറാണ്, എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇത് നമുക്ക് മീറ്റർ കണക്കിന് മേടിക്കാൻ കിട്ടും. ഒരു മീറ്റർ 30 രൂപ അങ്ങനെയൊക്കെ കിട്ടാറുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ അതിനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ ഓരോന്നായിട്ട്. അതിൻ്റെ സെൻറ്ററിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നോർമലി നമ്മൾ ഈ കുഞ്ഞു ഫ്ലവർ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഏത് ഫ്ലവർ ആയാലും മതി, നിങ്ങളുടെ കയ്യിലുള്ള ഏത് ചെറിയ ഫ്ലവർ ഉണ്ടെങ്കിലും അത് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ സ്റ്റോൺസ് ആയാലും വെച്ച് കൊടുക്കാം, കളർഫുള്ളായിട്ടുള്ള. അപ്പം ഞാൻ 4 എടുക്കുന്ന 2 അലിഗേറ്റർ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടി 4 വേണം. അതിന് വേണ്ടി 4 എടുത്ത് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എടുത്തിരിക്കുന്നത് ഈ കളറ്, വേറെ കളേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കളർ എടുക്കാം. വൈറ്റിൻ്റെ കൂടെ ഏത് കളറും മാച്ച് ആവും. അത് പ്രത്യേക ഭംഗിയാണ്. പിന്നെ ക്ലിപ്പ് സ്റ്റോൺ ഉണ്ടെങ്കിൽ നല്ല സെൻറ്ററിൽ ക്ലിപ്പ് സ്റ്റോൺ കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. കണ്ടല്ലോ, അതുപോലെ 4 ഇതുപോലെ ഫിക്സ് ചെയ്തെടുത്തു. ഇതുപോലെ ഈ ഫ്ലവർ തന്നെ കൊടുക്കണമെന്നില്ല, ഏത് ഫ്ലവർ വേണമെങ്കിലും, ചെറിയ ഫ്ലവർ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അതിനുശേഷം ഞാനിതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഓരോന്നായിട്ടാണ് പോളൻസ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ബീഡ്സ് ജസ്റ്റ് ഒരു ചെറിയൊരു പീസ് നമ്മുടെ വയറെടുക്കുക, അതിലേക്ക് ഓരോന്ന് വീതം ഇട്ട് ബീഡ്സ് ഇട്ട് സെൻറ്ററിലിട്ട് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അതാണ് ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ 1 ഒരു 3 എടുക്കുന്നത്. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ കൊടുക്കാമെന്നുള്ളൊരു ഐഡിയയിലാണ് ചെയ്തത്. പക്ഷെ അങ്ങനെ കൊടുത്ത ഭംഗിയില്ലായിരുന്നു. അതുകൊണ്ട് 3 ഒരുമിച്ച് ചെയ്താലും മതി നിങ്ങൾ. അതായത് സെൻറ്ററിൽ 1 ഇടുക, 2 സൈഡിൽ ഓരോന്ന് കൊടുത്ത് 3 ഒരുമിച്ച് ചെയ്തെടുത്താലും മതി. അത് എളുപ്പമാണ് വയ്ക്കാൻ. ഞാനിങ്ങനെ സൈഡിൽ 2 ഫ്ലവർ വരുന്നതിൻ്റെ ഇടയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് കൊടുത്തപ്പോൾ അതിനേക്കാളും ഒരു സൈഡിൽ കൊടുക്കുന്നതായിരുന്നു ഭംഗിയെന്ന് തോന്നി. അതാ. അപ്പം 3 ചെയ്തെടുത്തത് കേട്ടോ. ഇപ്പോൾ 2 വരുമ്പോൾ നമുക്ക് 6 ആവശ്യമുണ്ട്. 6 ഞാൻ ഓരോരോ പീസായിട്ടാണ് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ഇപ്പോൾ 1 3 എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ 2 ഒരു സെറ്റായിട്ട് 2 സെറ്റായിട്ട് അങ്ങ് ചെയ്തെടുക്കാം. അടുത്തത് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് എടുത്തു. അതിലേക്ക് ഗ്ലൂ, ഇതൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ഗ്ലൂ അത്യാവശ്യം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഫ്ലവർ, നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സ് 2 ഇത് 5 സെൻറ്റിമീറ്ററിൻ്റെ ആണ്. നമുക്ക് എന്താ പറയുക, 5 mm ആണ്. നമുക്ക് ഇത് പോയിട്ട് ഇതിൻ്റെ ചെറുത് അവൈലബിൾ ആണ്. ചെറുത് 2.5 സെൻറ്റിമീറ്റർ ഇങ്ങനെയൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ 5 സെൻറ്റിമീറ്ററൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ വലിപ്പം ഉണ്ടാവും. അതുകൊണ്ടാണ് 7 ഡേക്ക് ആകുമ്പോൾ കുറച്ചുകൂടെ വലിപ്പമുണ്ട്. അപ്പോൾ 3 ചെയ്യാം, ചിലതിൽ 2 ഇരിക്കുള്ളൂ. ഇത് 5-ൻ്റെതായത് 2 നന്നായിട്ടിരിക്കുന്നുണ്ട്. ഇനി ആ പോളൻസ് എടുത്ത് മേളിൽ ഞാൻ പറഞ്ഞില്ലേ 3 അവിടെ ഉണ്ടെങ്കിൽ ഒറ്റ അടിക്ക് അവിടെ അങ്ങ് വെച്ചാൽ മതി. ഇത് ഞാൻ ഓരോന്നിരുന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് ഇടയിലൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അതിനെക്കാളും ഭംഗി എടുത്ത് കൊടുക്കുന്നതാണെന്ന് തോന്നി. കണ്ടല്ലോ, 3 അതുപോലെ മേളിൽ കൊടുത്തപ്പോൾ ഇത് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്തെടുക്കാം. നമുക്ക് സെൻറ്ററിൽ 1 ഇടുക, 2 സൈഡിലേക്ക് ഓരോന്ന് കൊടുത്ത്. ഇനി അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ബീഡും കൂടെ വെച്ച് കൊടുത്ത് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്കിത് പല രീതിയിലൊക്കെ ചെയ്തെടുക്കാം. ഇതേ സെയിം നമുക്ക് ഹെയർ ബോ ആയിട്ട് ചെയ്യാം, ഹെയർ ബാൻഡായിട്ട് ചെയ്തെടുക്കാം. പിന്നെ ഹെയർ ബോയിൽ സെൻറ്ററിൽ കൊടുത്ത് ചെയ്തെടുക്കാം. ഭയങ്കര സിമ്പിളാണ്. നോക്കി അതിൻ്റെ ഭംഗി നോക്കി. അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.